ദിവിഷ നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് ചോദിക്കുമ്പോൾ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് എന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? PV അൻവറിന്റെ ചില തീരുമാനങ്ങൾ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. എന്തായാലും സമയം ഇപ്പോൾ 9:03 കൂടിക്കാഴ്ചയിലേക്ക് കടന്നിട്ടുണ്ടാകുമോ, അദ്ദേഹം എത്തിയിട്ടുണ്ടാകുമോ എന്നൊക്കെ പ്രശാന്ത് കൃഷ്ണ നമ്മളോട് പറയും. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറെ നിർണായകമായ ഒരു നിമിഷങ്ങൾക്കാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്. PV അൻവറിന്റെ രാജിപ്രഖ്യാപനമാണോ, അതോ ഇതുവരെ കെട്ടിപ്പൊക്കിയ വാർത്തകളെല്ലാം തവിടുകൂടിയാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണോ? നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കൂടിക്കാഴ്ച ആരംഭിച്ചോ പ്രശാന്ത്? ദിവിഷ്, നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് PV അൻവർ MLA രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നിയമസഭയിലേക്ക് എത്തി സ്പീക്കറെ കാണും. സ്പീക്കറെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി ചോദിച്ചിട്ടുണ്ട്. സ്പീക്കറെ കാണുന്നത് നിയമസഭാ അംഗത്വം രാജിവെക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ഒരു ആശയവിനിമയം അദ്ദേഹം സ്പീക്കറുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് സ്പീക്കർ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഇടത് സ്വതന്ത്രനായി വിജയിച്ച നിലമ്പൂർ MLA PV അൻവർ നിയമസഭാ കാലാവധി 1 വർഷവും 4 മാസവും മാത്രം അവശേഷിക്കെ രാജിവെക്കുന്നു. അങ്ങനെ രാജിവെക്കുമ്പോൾ ഒരു ഒഴിവ് വരുമ്പോൾ 6 മാസത്തിലധികം നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. 1951 പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആക്ട് പ്രകാരം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്കാണ് പോകാൻ പോകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പശ്ചിമ ബംഗാളിൽ പോയി PV അൻവർ മമതാ ബാനർജിയുമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായെല്ലാം ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോൾ ഒരു തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കാരനായി സ്വതന്ത്ര MLA ആയ അൻവർ മാറുമ്പോൾ അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടമാകുന്ന വിധത്തിലുള്ള അയോഗ്യത ഉണ്ടാകും. കാരണം ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലെ പാർട്ട് 2 പ്രകാരം ഒരു സ്വതന്ത്ര MLA ആയി ജയിക്കുന്ന ആൾ നിയമസഭാ കാലാവധി അവസാനിക്കുന്നത് വരെ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ തുടരേണ്ടി വരും. മറിച്ച് അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ അംഗമാകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം അയോഗ്യനാകുന്ന തരത്തിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവായി അദ്ദേഹം മാറെങ്കിൽ പാർട്ടി അംഗമായി മാറാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിയമസഭാ അംഗത്വം MLA PV അൻവർ രാജിവെക്കുമ്പോൾ അതിനർത്ഥം അദ്ദേഹം അടുത്തത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി മാറുന്നു. കേരളത്തിൽ പുതിയൊരു പാർട്ടി, അവർക്ക് തലപ്പൊക്കമുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളും ചർച്ചകളും മാറുന്നു. ഇനി PV അൻവർ ഏത് മുന്നണിയുടെ ഭാഗമാകും? സ്വാഭാവികമായും ഇടതുമുന്നണിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിലേക്കുള്ള ഒരു ചങ്ങാത്തം ഇനി പ്രതീക്ഷിക്കേണ്ട. പക്ഷേ UDF-ഉമായി ഏത് തരത്തിലുള്ള ചങ്ങാത്തമായിരിക്കും ഉണ്ടാകുക? കാരണം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അൻവറിലൂടെ അവർക്ക് ഒരു തലയെടുപ്പുള്ള അല്ലെങ്കിൽ ഒരു പരിചിതനായ ഒരു നേതാവിനെയാണ് അവർക്ക് ലഭിക്കുന്നത്. നാം മനസ്സിലാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് സമീപകാലത്ത് അവർ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഏജൻസിയെ വെച്ചുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ നിന്ന് അവർക്ക് കിട്ടാവുന്ന പല നേതാക്കളുടെയും പട്ടിക എടുത്തപ്പോൾ അതിൽ അൻവർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാൻ അൻവർ തീരുമാനിക്കുകയാണെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കുമെന്നുണ്ടാകുക. 9:30 വാർത്താ സമ്മേളനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് എന്നതാണ്. കാരണം 9:30 നിർണായകമായ കാര്യം പറയാനായി വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനം എന്ന് ആദ്യം അറിയിപ്പുണ്ടായി. അതിനുശേഷമാണ് അൻവർ 9 മണിക്ക് നിയമസഭാ സ്പീക്കറെ കാണാൻ തീരുമാനിച്ച കാര്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിക്കുന്നത്. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് നേതാവായി മാറണമെങ്കിൽ അൻവറിന് കൂറുമാറ്റ നിരോധന അയോഗ്യത ഒഴിവാക്കാനായി അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. ആ നടപടിയുടെ ഭാഗമായാണ് അദ്ദേഹം അല്പസമയത്തിനകം നിയമസഭയിലേക്ക് വരുന്നത്. എന്തായാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപൊരു ഉപതെരഞ്ഞെടുപ്പ്, കാരണം 6 മാസത്തിലധികം നിയമസഭയ്ക്ക് കാലാവധിയുണ്ട്. 1 വർഷവും 4 മാസവുമാണ് കാലാവധി ഉള്ളത്. ഇലക്ഷൻ കമ്മീഷന് തീരുമാനിക്കാം. 1 വർഷത്തിൽ 6 മാസത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ഷൻ വേണമോ എന്ന കാര്യമെല്ലാം, ഉപതെരഞ്ഞെടുപ്പ് വേണമോ എന്നുള്ള കാര്യമെല്ലാം ഇലക്ഷൻ കമ്മീഷന് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ സ്വാഭാവികമായും ഒരു ബൈ ഇലക്ഷനിലേക്ക് തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലം പോകാൻ പോകുന്നു അൻവറിന്റെ രാജിയോടെ എന്നതാണ്. ഏതായാലും അൻവർ ആ രാജിപ്രഖ്യാപനം നടത്തട്ടെ. ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അൻവർ ഇവിടെ എത്തുന്നത് രാജി സമർപ്പിക്കാൻ തന്നെയാണ്. അത്തരം ആശയവിനിമയം തന്നെയാണ് നിയമസഭാ സ്പീക്കറുമായി അദ്ദേഹം നടത്തിയിട്ടുമുള്ളത്. എന്തായാലും